Good morning. Today is a lazy morning. Satyam. Paksha, we will still get up. We might not. We will get up. We will function. മടിയെല്ലാം മാറ്റി വെച്ച് നല്ല ചൂട് 2 കപ്പ് ചായ ഇട്ട് ഞങ്ങൾ നേരെ ടെറസിലേക്ക് പോയി. മുകളിൽ ചെന്നപ്പോഴോ നല്ല ഇടിവെട്ട് മഴക്കോള്, നല്ല കിടിലം മഴക്കോള്. എൻ്റെ പൊന്നേ, നമുക്ക് ചായ കുടിക്കാം. ഞങ്ങളങ്ങനെ ടെറസിലെ കാഴ്ചകളൊക്കെ കണ്ട് കാക്കയും കുയിലും മയിലും ഒക്കെ കണ്ട് വെറുതെ ചായ കുടിച്ച് കുറേ നേരം ടെറസിലിങ്ങനെ കഥ പറഞ്ഞു നിന്നു. ആഫ്റ്റർ എ ലോങ് ടൈം മാൻവി ഈസ് ഗോയിങ് ഹോം. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിൻ്റെയും ഇത്രയും നാൾ എങ്ങനെ പിരിഞ്ഞിരിക്കും എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയാണ് ആൾ. അപ്പോൾ അവളുടെ മൂടൊന്ന് മാറ്റാനായിട്ട് എന്തൊക്കെയോ കോപ്രായങ്ങൾ ഞാനും കുറേ കാട്ടിക്കൂട്ടി. അതൊന്ന് കാണും. हेलो हेलो बोलो. क्या? നല്ല വെതർ, സൂപ്പർ വെതർ, ടു ബി വെരി വെരി. വീഡിയോയിൽ വന്ന് ഒരു ഹായ് പറയൂ. മഴത്തുള്ളി കാറ്റാടിയൻ നീ ചേരുന്നൊരു. വലിയ പഠിപ്പും വിദ്യാഭ്യാസം ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോഴും പിഞ്ച് മനസ്സാ. കുട്ടികളെ പോലെ തന്നെ വെറുതെ അട്ടയും കണ്ട് നോക്കിയിരുന്നു. ഓ കം 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 ഗോ ബൈ ബൈ. മഴയൊക്കെ ഇന്ന് കുറഞ്ഞപ്പോഴുണ്ടല്ലോ ഞങ്ങൾ പെയ്യെ ഒരു ഷോപ്പിങ്ങിനായിട്ട് പുറത്തിറങ്ങി. ആദ്യമായിട്ട് അവൾക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് കുറച്ച് സാരികൾ മേടിക്കാൻ പോയി. മൂന്നാലെണ്ണം എടുത്തെങ്കിലും എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഡിസൈന്. എന്താണെന്നറിയില്ല, ബ്ലാക്കിനോട് പണ്ടേ ഒരു പ്രത്യേകതരം ഇഷ്ടമാണ്. Hello. So we are going to a place to eat biryani. This is one of our favorite place in Kochi. Yes. Although we have lot of places to go to eat chicken biryani, but this place have something special. Chicken biryani. Let's just go. ഈ വഴി കണ്ട എറണാകുളത്തുള്ള പലർക്കും മനസ്സിലാവും ഏതാ സ്ഥലമെന്ന്. പക്ഷെ മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഇതാണ് നമ്മുടെ സ്വന്തം സ്റ്റേഡിയത്തിൻ്റെ ബാക്കിലുള്ള കലൂർ കത്രിക്കടവ് റോട്ടിലെ ദ ബിരിയാണി സ്റ്റോർ എന്ന് പറഞ്ഞ കട. ഇവിടുത്തെ ബിരിയാണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഡാൽഡ യൂസ് ചെയ്യില്ല. അപ്പം നല്ല ടേസ്റ്റാണ്, എത്ര കഴിച്ചാലും മടുപ്പാവില്ല. Veg rice. Rice man. ചിക്കൻ ബിരിയാണി. ബിരിയാണി ഏതായാലും എങ്ങനെയായാലും കൂടെ മുട്ടയില്ലെങ്കിൽ എൻ്റെ മനസ്സ് തൃപ്തിയാവില്ല. പുഴുങ്ങിയ മുട്ടയുള്ള ബിരിയാണിയുടെ തട്ട് എക്കാലത്തും താന്ന് തന്നെ ഇരിക്കും.
ഇപ്പോൾ സമയം ഏകദേശം 2:30 ആയതുകൊണ്ടും രാവിലെ തൊട്ട് ഒന്നും കഴിക്കാത്തത് കൊണ്ടും 2 ബിരിയാണിയിൽ ഞങ്ങളുടെ വയർ ഒതുങ്ങിയില്ല. ഇനിയിപ്പോൾ രാത്രിയിൽ എന്തെങ്കിലും കഴിച്ചാൽ മതിയല്ലോ എന്ന് കരുതി ഞങ്ങൾ രണ്ടുപേരുടെ 3 ബിരിയാണി കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Oh no. Oh no. Oh no, 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 yeah.